നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ ലൊക്കേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 4 ടിപ്സുകളാണ്. അതായത് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ് ഗൂഗിൾ മാപ്പ് എന്നുള്ള ആപ്പ്. ഗൂഗിൾ ലൊക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും സെർച്ച് ചെയ്ത് കാണാറുണ്ട്. മാത്രമല്ല നമ്മൾ ഏതെങ്കിലും ലൊക്കേഷനിലേക്കൊക്കെ യാത്ര പോവുകയാണെങ്കിൽ ഗൂഗിൾ മാപ്പിൽ നമ്മൾ ലൊക്കേഷൻ സെർച്ച് ചെയ്ത് കണ്ടെത്താറുണ്ട്. എന്നാൽ ലൊക്കേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 4 ടിപ്സാണ്. എന്തൊക്കെ നോക്കാം. അതിനുമുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഒന്നാമത്തെ ടിപ്സ് നമുക്ക് വാട്സപ്പിലൂടെ ചെക്ക് ചെയ്യാം. അതായത് ലൊക്കേഷനുമായി ബന്ധപ്പെട്ട് വാട്സപ്പിലൂടെ ഒരു കാര്യം ചെക്ക് ചെയ്യാം. ഇപ്പം ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. നമ്മുടെ ലൊക്കേഷൻ ആരെങ്കിലും ഷെയർ ചെയ്ത് പോയിട്ടുണ്ടോ എന്നറിയാൻ നമുക്ക് വളരെ ഈസി ആയിട്ട് സാധിക്കും. അതിനുവേണ്ടി ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ഏറ്റവും മുകളിലെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഇവിടെ സെറ്റിങ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് പ്രൈവസി എന്നൊരു ഓപ്ഷൻ കാണും. നമ്മളത് ക്ലിക്ക് ചെയ്ത് ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ലൈവ് ലൊക്കേഷൻ എന്നൊരു ഓപ്ഷൻ കാണും. നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൊക്കേഷൻ ആരെങ്കിലും ഷെയർ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇവിടെ വെച്ച് കാണാൻ സാധിക്കും. അതായത് നിങ്ങൾ എവിടേക്കാണ് യാത്ര പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നിലവിൽ എവിടെയാണുള്ളതെന്നൊക്കെ അയാൾക്ക് വളരെ ഈസിയായിട്ട് കണ്ടെത്താൻ സാധിക്കും. നിങ്ങളുടെ വാട്സപ്പ് എടുത്ത് ഇത്തരത്തിൽ നിങ്ങളുടെ ലൊക്കേഷൻ ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്ത് കൊടുത്താൽ പിന്നെ അയാളുടെ വാട്സപ്പിൽ അത് കിട്ടി, അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എവിടെയാണ് ഇപ്പോൾ ലൈവായിട്ടുള്ളതെന്ന് അവർക്ക് അറിയാൻ സാധിക്കുകയും നിങ്ങളെ ട്രാക്ക് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കുട്ടികളുടെ കയ്യിലൊക്കെ വാട്സപ്പ് ഉണ്ടെങ്കിൽ അവർ കുട്ടികൾ എവിടേക്കെങ്കിലും പറഞ്ഞേക്കുകയാണെങ്കിൽ, ദൂര സ്ഥലത്തേക്ക് അയക്കുകയാണെങ്കിൽ അവർ ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്ത് കൊടുത്ത് വിട്ടാൽ അവരിപ്പോൾ എവിടെയാണുള്ളത് നമുക്ക് കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിക്കും. അത് ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണെങ്കിലും ഇത് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക, ഈ പറയുന്ന പോലെ നമ്മുടെ സെറ്റിങ്സ് എടുക്കുക. അതിനകത്ത് നമ്മൾ പ്രൈവസി എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലൈവ് ലൊക്കേഷൻ എടുത്ത് വരുമ്പോൾ നിങ്ങളുടേത് ആരെങ്കിലും ഇതുപോലെ ഷെയർ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കാണാൻ സാധിക്കും. താഴെ ഭാഗത്ത് സ്റ്റോപ്പ് ഷെയറിംഗ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇത് സ്റ്റോപ്പ് ചെയ്ത് കൊടുത്താൽ പിന്നെ അയാൾക്ക് ലൈവായിട്ട് നമ്മുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് നമുക്കത് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഒന്നാമത്തെ ടിപ്സ്. ഇനി രണ്ടാമത്തെ ട്രിക്ക് എന്താണെന്ന് നോക്കാം. നമ്മുടെ ഈ മൊബൈൽ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ ബാർ ഇതുപോലെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലൊക്കേഷൻ എന്നൊരു ഓപ്ഷൻ കാണും. ഇതൊന്ന് ലോങ് പ്രസ് ചെയ്ത് കൊടുക്കാം. നേരെ ലൊക്കേഷൻ സെറ്റിങ്സ് ഭാഗത്തേക്ക് എത്തും. ഈ രണ്ടാമതായിട്ട് ചെക്ക് ചെയ്യുന്ന താഴെ ഭാഗത്ത് അഡ്വാൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ചില മൊബൈൽ ഫോണിൽ ഇതുപോലെ അഡ്വാൻസ് എന്ന് കാണിക്കില്ല, ഇതുപോലെയായിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ നമുക്ക് എമർജൻസി ലൊക്കേഷൻ സർവീസ് എന്നുള്ള ഓപ്ഷൻ കാണും. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇതുപോലെ ഓഫ് ആണെങ്കിൽ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഇത് ഓൺ ചെയ്യുന്നത് നിങ്ങൾ ഏതെങ്കിലും അടിയന്തര ഘട്ടത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ലൊക്കേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ നിങ്ങളുടെ ഫാമിലിക്കോ ലൊക്കേഷൻ ഷെയർ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അടിയന്തര ഘട്ടത്തിൽ ലൊക്കേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അത് നിങ്ങളിത് നിർബന്ധമായി എനേബിൾ ചെയ്ത് വെക്കണം. എങ്ങനെയാണ് ഒരു അടിയന്തര ഘട്ടത്തിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് ലൊക്കേഷൻ നമ്മുടെ ഫ്രണ്ട്സിലേക്കോ നമ്മുടെ ഫാമിലിയിലേക്കൊക്കെ ഷെയർ ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്ക് നിങ്ങൾക്ക് ഇനിയും അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ വിശദമായിട്ട് ചെയ്യാം. അപ്പോൾ മൂന്നാമത്തെ സെറ്റിങ്സ് നമ്മുടെ മൊബൈൽ ഫോൺ നോട്ടിഫിക്കേഷൻ ബാറിൽ നേരത്തെ പറഞ്ഞ പോലെ ലൊക്കേഷൻ ഭാഗത്ത് ഇതുപോലെ ലൊക്കേഷൻ കാണുന്ന ഭാഗത്തൊന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കണ്ട ആ ഒരു ഫീച്ചേഴ്സിന് തൊട്ട് മുകളിലായിട്ട് നമുക്കിവിടെ വൈഫൈ ആൻഡ് ബ്ലൂടൂത്ത് സ്കാനിങ് എന്നൊരു ഓപ്ഷൻ കാണും. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇത് രണ്ടും എനേബിൾ ആയിരിക്കും. ഇത് നിങ്ങൾ ഡിസേബിൾ ചെയ്ത് കൊടുക്കുക. കാരണം നിങ്ങളുടെ ഫോണിൽ ഇത് സദാസമയം വൈഫൈ സ്കാനിങ്ങും ബ്ലൂടൂത്ത് സ്കാനിങ്ങും നടന്നുകൊണ്ടിരിക്കും. ഇത് ഇങ്ങനെ ഓരോ സമയത്തും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകാൻ കാരണമാകും. അതുപോലെ തന്നെ നാലാമത്തെ ടിപ്സ്, നമ്മൾ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്ത ശേഷം ഗൂഗിൾ മാപ്പിൻ്റെ ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ വലതു ഭാഗത്ത് ചെറിയൊരു അരോ മാർക്ക് കാണും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിൽ ലോഗിൻ ചെയ്തിരിക്കുന്ന മുഴുവൻ ജിമെയിൽ അക്കൗണ്ടുകളും കാണും. ഇവിടെ നിങ്ങൾ ഉപയോഗിക്കാത്ത നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇല്ലാത്തൊരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഉടനെ അത് റിമൂവ് ചെയ്ത് കളയുക. റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ കാണാൻ സാധിക്കും മാനേജ് അക്കൗണ്ട് ദിസ് ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണും നിങ്ങളുടെ മൊബൈൽ ഫോൺ ലോഗിൻ ആയിട്ടുള്ള മെയിലുകൾ. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ റിമൂവ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങളറിയാത്ത ഏതെങ്കിലും മെയിലുകൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഉണ്ടെങ്കിൽ നിങ്ങളെ മറ്റുള്ള ആർക്കും നിങ്ങളെ ട്രാക്ക് ചെയ്യാൻ സാധിക്കുകയും നിങ്ങളുടെ ലൊക്കേഷൻ കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും. വളരെ യൂസ്ഫുള്ളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.